കഥയുടെ പേര് ആണിനെയും പെണ്ണിനെയും കുറിച്ച് എന്നതാണ്. ആണിനെയും പെണ്ണിനെയും കുറിച്ച്. ഈ കഥ പുരുഷൻ്റെ മേധാവിത്വത്തിന് എതിരെ സമൂഹത്തിലും കുടുംബത്തിലും കാണുന്ന പുരുഷ മേധാവിത്വത്തിനെതിരെ ഉള്ളതാണ് എന്ന് ഒറ്റ വായനയിൽ നമുക്ക് തോന്നാം. പക്ഷെ അതിനപ്പുറത്ത് മറ്റൊരു തലം കൂടി ഈ കഥയ്ക്കുണ്ട്. പുരുഷൻ സമർത്ഥമായി പറ്റാവുന്നിടത്തോളം സ്ത്രീകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അത് സാധിക്കാത്തിടത്ത് സ്ത്രീക്ക് വഴങ്ങി ജീവിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കഥയുടെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. അയമ്പുകുന്നൻ്റെ കഥയുടെ അവസാന ഭാഗം വളരെ ദയനീയമായി നമ്മുടെ കഥാനായകൻ പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. തൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഒരിക്കലും തോറ്റുകൊടുക്കില്ല എന്ന കർക്കശ സ്വഭാവക്കാരനായ ബാലകൃഷ്ണൻ മറ്റൊരു സ്ത്രീയുടെ മുൻപിൽ വളരെ ദയനീയമായി പരാജയപ്പെട്ട് തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് കഥ അവസാനിക്കുന്നത്. ഓഫീസിലെത്തിയ ബാലകൃഷ്ണനെ ശങ്കരേട്ടൻ എന്ന പ്യൂണ് വന്ന് മാഡം കാണാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, മാഡം വിളിക്കുന്നുണ്ട് എന്നറിയിക്കുന്നു. മേലുദ്യോഗസ്ഥ സുമാ കോശിയുടെ മുറിയിലേക്ക് നമ്മുടെ കഥാനായകൻ ബാലകൃഷ്ണൻ കടന്നിടുന്നു. ആദ്യം അവർ ഗൗനിക്കുന്നേയില്ല, അവർ ഔദ്യോഗികമായ തിരക്കിലാണ്. പിന്നെ അവർ പറയുകയും ചെയ്തു, എൻ്റെ ടൂർ ആകെ മെസ്ഡപ്പ്, വിഷമത്തിലാക്കി, ആകെ പ്രയാസമായി. ഞാൻ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നാണ്. അതാണ് കുറ്റം. ഇതാണ്, ഞാൻ എയർപോർട്ടിൽ അതും 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു താൻ കാരണം എന്ന കുറ്റപ്പെടുത്തലാണ് പാപം ബാലകൃഷ്ണന് ലഭിച്ചത്. ഒരു മറുപടിയും പറയാതെ ബാലകൃഷ്ണൻ അവിടെ അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഒന്നും പറയാനില്ല, കാരണം ഇത് മേലുദ്യോഗസ്ഥയാണ്. അവിടെ അത് പെണ്ണാണ് എന്നും ആ പെണ്ണിൻ്റെ മുമ്പിൽ തോൽക്കരുത് എന്നുമുള്ള ചിന്തയൊന്നുമില്ല. പാവം ബാലകൃഷ്ണൻ വിയർത്തു നിന്നു, അറ്റൻഷനായി AC-യുടെ തണുപ്പിലും വിയർത്തു നിന്നു എന്നാണ്. ഒന്നും പറയാനില്ലാതെ വെറും 10 മിനിറ്റ് പോലും എയർപോർട്ടിൽ കാത്തു നിൽക്കാൻ കഴിയാത്ത സാധ്യതയില്ലാത്ത, അതിന് തയ്യാറില്ലാത്ത സുമാക്കോശിയുടെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് വിഷമിച്ചു നിന്നു നമ്മുടെ ബാലകൃഷ്ണൻ. എന്ന് മാത്രമല്ല, കഥ തുടങ്ങുന്നതും തീരുന്നതും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. ചായ എടുത്ത് കുടിച്ചോളൂ എന്ന് പറഞ്ഞതിനാണ് എടുത്ത് തൻ്റെ കയ്യിൽ തന്നെ തരണം എന്ന് ശാഠ്യം പിടിച്ചത് ബാലകൃഷ്ണൻ. അത് പറ്റില്ല, എടുത്തു തന്നെ തരണം എന്ന വാശിക്ക് ഭാര്യ കീഴടങ്ങാത്തതുകൊണ്ട് ആ ചായയെ വേണ്ടെന്ന് വെച്ച് പുറത്തുപോയി ചായ കുടിച്ചവനാണ് ബാലകൃഷ്ണൻ. നിന്നെ വരച്ച വരയിൽ നിർത്താൻ എനിക്കറിയാം എന്ന ചിന്തയായിരുന്നു ബാലകൃഷ്ണൻ. ഒടുവിൽ സുമാകോശി കുടിച്ചു വെച്ച കപ്പ് അത് താൻ എടുക്കേണ്ടതല്ല, പ്യൂൺ ശങ്കരേട്ടൻ എടുക്കേണ്ടതാണ്. എന്നാലും ഭയഭക്തി ബഹുമാനങ്ങളോടെ ആ ചായക്കപ്പും എടുത്ത് പുറത്തിറങ്ങുന്ന ബാലകൃഷ്ണൻ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പുരുഷൻ സമർത്ഥനാണ്. പറ്റുന്നിടത്തോളം ഭാര്യയെ വരുതിയിലാക്കാൻ നോക്കും, പെണ്ണിനെ വരുതിയിലാക്കാൻ നോക്കും. പറ്റാത്തിടത്ത് വിജയകരമായി അഭിനയിച്ച് തൻ്റെ ജോലി സ്ഥിരം തോൽപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലുള്ള ഭർത്താക്കന്മാരുണ്ട്. ഓഫീസിൽ കിട്ടിയ ശകാരം മുഴുവനും വീട്ടിൽ പോയി ഭാര്യയ്ക്ക് നൽകുക എന്നുള്ളത്, അതൊക്കെ ഒരു രീതിയായി ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ കാണാം. എങ്ങനെയായിരുന്നാലും ഇതൊക്കെയാണ് ഈ കഥയുടെ സൂചനകൾ, അർത്ഥതലങ്ങൾ എന്ന് മാത്രം ഞാനിവിടെ പറയാം. ഓർമ്മിക്കേണ്ടത്, കഥ തുടങ്ങുന്നത് ഒരു ചായ കപ്പ് എടുത്തരാഞ്ഞിട്ടാണ്. തീരുന്നിടത്ത് അതുപോലൊരു കപ്പ്, മറ്റേതോ ഒരു പെണ്ണിൻ്റെ കപ്പ്, കുടിച്ചൊഴിഞ്ഞ കപ്പ് എടുത്തുകൊണ്ട് ബാലകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ. അതാണ് രണ്ടും തമ്മിലുള്ള ബന്ധം എന്ന് ഓർമ്മിക്കുക. ആണിനോട് മത്സരിച്ചാൽ പെണ്ണിന് ജയിക്കാനാവില്ല ബാലകൃഷ്ണ എന്ന് അമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കാലവും ആ ലോകവും മാറി. ഇന്ന് പെണ്ണ് ആണിനോടൊപ്പമോ ആണിനേക്കാൾ കൂടുതലായോ ഉയർന്ന തൻ്റെ ഇടവും ഉയർന്ന സ്ഥാനവും ഉയർന്ന പദവിയും വിദ്യാഭ്യാസവും യോഗ്യതയും എല്ലാം ഉള്ളിടത്ത് നിൽക്കുന്നു. അവിടെ പുരുഷനെ തോൽപ്പിക്കാൻ സ്ത്രീക്കറിയാം എന്ന് ഒരർത്ഥം. മറ്റൊന്ന്, ഇങ്ങനെയുള്ള അനുഭവം ഓഫീസുകളിൽ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ഒരു മാനസിക അവസ്ഥ കൂടെ പുരുഷനുണ്ടാവാം. ഓഫീസിൽ പെണ്ണിനോട് തോൽക്കേണ്ടി വരുമ്പോൾ വീട്ടിൽ പെണ്ണിനെ തോൽപ്പിക്കുക,
അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഭർത്താക്കന്മാരുണ്ട്. ഓഫീസിൽ കിട്ടിയ ശകാരം മുഴുവൻ വീട്ടിൽ പോയി ഭാര്യയ്ക്ക് നൽകുക എന്നുള്ളത് അതൊക്കെ ഒരു രീതിയായി ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ കാണാം. എങ്ങനെയായിരുന്നാലും ഇതൊക്കെയാണ് ഈ കഥയുടെ സൂചനകൾ, അർത്ഥതലങ്ങൾ എന്ന് മാത്രം ഞാനിവിടെ പറയാം. ഓർമ്മിക്കേണ്ടത്, കഥ തുടങ്ങുന്നത് ഒരു ചായ കപ്പ് എടുത്തു തരാഞ്ഞിട്ടാണ്. തീരുന്നിടത്ത് അതുപോലൊരു കപ്പ്, മറ്റേതോ ഒരു പെണ്ണിൻ്റെ കപ്പ്, കുടിച്ചൊഴിഞ്ഞ കപ്പ് എടുത്തുകൊണ്ട് ബാലകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ. അതാണ് രണ്ടും തമ്മിലുള്ള ബന്ധം എന്ന് ഓർമ്മിക്കുക.